എവിടെ എത്തിയെന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. നമുക്കതിൽ ആകെ മിസ്സായത് കടലുണ്ടി പാലം നമുക്ക് കിട്ടിയില്ല. ഇതാണ് നമ്മളെ ഫറോക്ക് പാലം. ഫറോക്ക് പാലം ഇപ്പോൾ സിഗ്നലൊക്കെ വന്ന് കണ്ട് ഫുള്ള് സെറ്റപ്പായിട്ട് കേട്ടോ. അടിപൊളിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കണ്ടാ. സിഗ്നൽ ലൈറ്റിൽ എല്ലാവരും വണ്ടി നിർത്തേണ്ടി വരും. ഇപ്പോൾ രാത്രി ടൈമിൽ സിഗ്നൽ ഇല്ലാന്നാണ് കാണിക്കുന്നത്. ഒരു കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്, അപ്പോൾ സിഗ്നൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പാലത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ റേഞ്ച് ഉണ്ടോ ഒരു വേറെ ലെവൽ തന്നെയാണ്. അപ്പുറത്ത് പുഴ ഇപ്പുറത്ത് പുഴ, നടുവിൽ പാലം. അതാണ് നമ്മളെ ഫറോക്ക് പാലം. ഇതിൻ്റെ അടി ഏകദേശമൊക്കെ എന്തൊക്കെയോ കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. പുതിയ പാലത്തിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പിന്നെ പ്രത്യേകം എന്താ വെച്ചാൽ ഒരു മിനി പാർക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ. ഇപ്പോൾ അടിപൊളിയായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഫറോക്കൊക്കെ സെറ്റപ്പായി വരാം. ഇതുണ്ടോ ഇതിൻ്റെ സൈഡിലൊരു പാർക്കുണ്ട്. കുട്ടികൾക്കും ഇവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതാണൊരു ലോകം ഫറോക്ക്. ഒരു പാർക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതല്ലേ തിയേറ്റർ? ഇതിൻ്റെ പേരെന്താ? മല്ലിക. അതാണ് നമ്മുടെ ഫറോക്ക് തിയേറ്റർ. മല്ലിക എന്താ? അതാ മല്ലിക തിയേറ്റർ. ഞങ്ങളിതാ വീണ്ടും ഇങ്ങനെ യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ കണ്ട കാലി, ഒരു വണ്ടി പോലും ഇല്ല. അത്രയും കാലി പറഞ്ഞാൽ അത്രയും കാലി. ഞങ്ങൾ വരണ വഴിക്ക് കുറേ കുറുക്കന്മാരുണ്ടായിരുന്നു പോണേ റോഡ് സൈഡ്. ഞാൻ ഫോണ് ഈശാനായി ഒരുപാട് ഒരുപാട് ഓരോ ടൈമല്ലേ, നൈറ്റല്ല പുലർച്ചെ ടൈം. ആയിക്കോട്ടെ, ഏകദേശം ബേപ്പൂർ എത്തുമ്പോഴേക്കും നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. ആണ് ആകെ നമുക്ക് ഇപ്പോഴൊരു വിഷയം. ഇതുണ്ട് നമ്മളെ ചെറുവണ്ണൂർ ബേപ്പൂർ ഭാഗത്തേക്ക് പോണ വഴിക്ക്, ചെറുവണ്ണൂരല്ലേ ഇത്, ചെറുവണ്ണൂർ മാത്രമല്ല റോഡിൻ്റെ പ്രശ്നം. ഇവിടെ വർക്ക് നടക്കുകയാണെങ്കിൽ നമ്മളാരും കുറ്റം പറയല്ല. പക്ഷേ ഇവിടെ ഒരു രാവിലെ 10:11 അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് 3 മണി 4 മണി ടൈമിലൊക്കെ ഇവിടേക്ക് ഭയങ്കര ബ്ലോക്കാണ്. വണ്ടിയൊക്കെ പോകാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ തന്നെ അനുഭവിച്ചാണ്. ലുലുവിൻ്റെ അവിടെ ഉണ്ടാവുന്ന ബ്ലോക്കിനേക്കാൾ കൂടുതൽ ബ്ലോക്ക്. വൺ സൈഡ് വണ്ടികളൊക്കെ പാടെ ജാമായിട്ട്. കാരണം ബേപ്പൂർ ഭാഗത്തേക്ക് തിരിച്ചിലാണ്. ഈ ഒരു ഭാഗം എത്രയും പെട്ടെന്ന് വർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണം. കാരണം അത്രയും ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ബ്ലോക്ക് കൊണ്ട്. അപ്പോൾ നമ്മൾ ബേപ്പൂരിലേക്ക് ഇതാ തിരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം ബേപ്പൂരേക്ക് കട്ട് ചെയ്തു. ഇതോ ഞങ്ങളിതാ ബേപ്പൂരിലേക്ക് ഏകദേശം എത്തിത്തുടങ്ങി. ഏകദേശം ഇതോ നമ്മളിതാ ബേപ്പൂരിലേക്ക് കട്ട് ചെയ്ത് കയറിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അമ്മച്ചേ കുണ്ടൊക്കെ പെരുങ്കുണ്ടിൽ എല്ലാം കുണ്ടിലൊക്കെ ഉണ്ട്. നമ്മളെ ബേപ്പൂര് ഹാർബറിക്ക് ഇതാ പോയിക്കൊണ്ടൊക്കെ ഏകദേശം എത്തി തുടങ്ങി. ഐസ് കമ്പനി എത്തി. വലിയ വണ്ടികൾ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് ബേപ്പൂരിലേക്ക് ഏകദേശം ബേപ്പൂർ എത്തി. ഹാർബറിൻ്റെ തൊട്ട് മുന്നിലെത്തി. ബേപ്പൂരിതാ ബേപ്പൂരത്തെ തിരക്കുണ്ടോ? ഹാർബറത്തെ തിരക്ക് അടിപൊളി. മീനൊക്കെ ഇതാ സമയം 4 മണിയാണ് ആയിട്ടുള്ളൂ. ഹാർബറിലെ തിരക്ക്. ഞങ്ങൾ പിടിച്ചു വരാനേ.
പുലർച്ചെ സമയം എത്രയായി? സമയം എത്രയായി? കറക്റ്റ് ടൈം. ചോപ്പ് പോരാ. ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊന്നോ എല്ലാ പാമ്പുകളും ഉണ്ട്. ആളാളോ കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം കാണുന്നില്ല. സാധനല്ലേ ആളാണ് മാറി കൊടുത്തു. കണ്ടില്ല മാന്ത മോനെടുത്താൽ ചില്ലറ കൂന്തല്ലേ
ആ എന്താ റേറ്റ് വെച്ചേക്കണേ? കിട്ടില്ല, മൂന്നൊക്കെ വേറെ ഉണ്ട്. വണ്ടിയിൽ നിന്ന് തന്നെ ഐസ് പൊട്ടിക്കണുണ്ടോ? ഐസ് പൊട്ടിക്കണം വണ്ടിയിൽ നിന്ന് തന്നെ. രാവിലെ ഇറക്കി എടുക്കാം.